ادع إلى سبيل ربك بالحكمة والموعظة الحسنة. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തെക്കാൾ ലോകത്തുള്ള സർവ്വതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ ഏതെല്ലാം നിലയ്ക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇകഴ്ത്താൻ ശ്രമിച്ചാലും അപമാനിക്കാൻ ശ്രമിച്ചാലും അവഹേളിക്കാൻ ശ്രമിച്ചാലും പിന്നീട് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളിൽ പലരും ഇസ്ലാമിൻ്റെ അനുയായികളായി മാറുന്ന, പ്രവാചകൻ്റെ അനുയായികളായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് പ്രകൃതി മതമായ ഇസ്ലാമിൻ്റെ ശക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ആ മഹിതമായ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പവറാണ്. ആ പ്രവാചകനെ മക്കയിലെ മുശ്രിക്കുകൾ പല നിലയ്ക്കും ഇകഴ്ത്താൻ ശ്രമിച്ചു, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആ കൂട്ടത്തിൽ അവർ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, മുഹമ്മദേ, നിനക്ക് ആൺമക്കളില്ലല്ലോ, ഉള്ള ആൺമക്കൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി, നിനക്ക് പെൺമക്കളാണ്. അപ്പം നീ പറയുന്നത് പറയാൻ, ഏറ്റുപറയാൻ, അതിവിടെ നിലനിർത്താൻ നിനക്കൊരു പിന്തുടർച്ചക്കാരനില്ലല്ലോ, നീ വാലറ്റവനാണ്, നീ ഭാവിയില്ലാത്തവനാണ് എന്ന നിലയ്ക്ക് മുശ്രിക്കുകൾ പ്രവാചകനെതിരെ തിരിഞ്ഞു. അപ്പോഴാണ് സൂറത്തു അൽ കൗസറിലെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസറിലെ ആയത്തുകൾ അവതരിക്കുന്നത്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ
നബിയെ, നിന്നോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാണ് വാലില്ലാത്തവർ, ഭാവിയില്ലാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് പ്രവാചകനെതിരെ ഉറഞ്ഞു തുള്ളിയ അബൂജഹലിനെയും അബൂലഹബിനെയും ഉത്തുബത്തിനെയും ഷൈബത്തിനെയും ഒക്കെ ആരോർക്കുന്നു? ഇനി മാത്രമല്ല, അവരുടെ പേരുകൾ പറഞ്ഞാൽ പോലും അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ് ലോകമടക്കം അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ തിരിഞ്ഞപ്പോൾ ആ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇസ്സത്ത് എന്താണ്? ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്ത ലോകത്ത് ഒരു രാജ്യവും ഉണ്ടാവുകയില്ല. ആ പ്രവാചകന്റെ നാമം പറയാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല തന്നെ. ആ പ്രവാചകന്റെ നാമം പറയാത്ത, ആ പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്ത ഒരു ബാങ്കൊലിയും ഒരു പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയരുന്നില്ല. ഇഖാമത്തുകളില്ല. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരില്ല. ആ പ്രവാചകന്റെ ചരിത്രം പറയാത്ത ഒരു പ്രഭാഷണം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക്, നബിയെ, അങ്ങയുടെ കീർത്തി, അങ്ങയുടെ പ്രതാപം ലോകത്തിന് മുകളിൽ നാം ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന്. അത് ഖിയാമത്ത് നാൾ വരെ, എന്നാണോ ലോകത്തിൻ്റെ അവസാനം വരെ, ആ അവസാന നിമിഷം വരെ പ്രവാചകന്റെ പേര് ഇസ്സത്തോടുകൂടി ഉയർന്നു കേൾക്കും. ആ പ്രവാചകന്റെ നാമം ആദരവോടും ബഹുമാനത്തോടും കൂടി ആളുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കും. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ മറ്റ് പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത മഹിതമായ പദവികളും സ്ഥാനങ്ങളും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു കൊടുക്കാൻ. ലക്ഷത്തിന് മീതെ പ്രവാചകന്മാർ ഈ ഭൂലോകത്ത് വന്നുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ നാളെ ഷഫാഅത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ മുമ്പിൽ അഷ്ശഫാഅത്തുൽ ഉളമ അല്ലെങ്കിൽ അഷ്ശഫാഅത്തുൽ കുബ്ര, ഏറ്റവും വലിയ ഷഫാഅത്ത്, ആളുകളെ വിചാരണക്കെടുക്കാൻ വേണ്ടി നടത്തുന്ന ഷഫാഅത്ത്, അതിന് അല്ലാഹു അനുമതി കൊടുക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അല്ലാഹുവിൻ്റെ അർശിൻ്റെ മുമ്പിൽ കാലങ്ങളോളം പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇർഫഅ റഅസക മുഹമ്മദ്, നീ നിന്റെ തല ഉയർത്തു, ഇശ്ഫ തുഷഫ, നീ ഷഫാഅത്ത് ചെയ്തോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. ഈ ലോകത്ത് കടന്നു വന്ന എല്ലാ നബിമാർക്കും അല്ലാഹു ഹൗള് കൊടുക്കുമ്പോൾ ഇന്നാ അഅതൈനാകൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ആ തടാകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തടാകം നൽകുക എന്ന് പ്രവാചകൻ തൻ്റെ അനുയായികളെ ഉണർത്തുകയുണ്ടായി. എത്രയോ പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതിൽ സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുക മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇത്ര മഹത്വമേറിയ ഈ ദുനിയാവിലും നാളെ പരലോകത്തും സ്ഥാനങ്ങൾ കൊണ്ടും പദവികൾ കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ആ മഹാനായ പ്രവാചകനെ സ്നേഹിക്കണം എന്നതിൽ ലോകത്തൊരാൾക്കും അഭിപ്രായാന്തരമില്ല. സ്നേഹിക്കാത്തവൻ ഇസ്ലാമിൽ സ്ഥാനവുമില്ല. എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗത്തിൽ നകറ്റപ്പെടട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ ചൊല്ലിയത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണ് എന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞതാണ്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഭാര്യമാരാണ്. ഈ ലോകത്തെ ഒരു വിശ്വാസിക്ക് ഏറ്റവും അവൻ ചേർന്ന് നിൽക്കേണ്ടത് അത് പ്രവാചകനോടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകനോട് നമുക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ, അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ട ഒരു മാതൃക, ഒരു രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്
ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. കുൽ നബിയേ അങ്ങ് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം എങ്കിൽ, യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. കാരണം വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹു കരുണാനിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, ഇതാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ട രൂപം. തഖ്ലീദിലൂടെയല്ല, ഇത്തിബാഇലൂടെയാണ് റസൂലുള്ളയെ സ്നേഹിക്കേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ സ്വഹാബത്ത്, പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ കണ്ട് സ്നേഹിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ്. പ്രവാചകന്റെ നാവിൽ നിന്ന് സുന്നത്തുകൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. പ്രവാചകൻ ചെയ്യുന്നത് കാണാൻ, നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗ്യമില്ല. പക്ഷെ നമ്മളതിൽ നിരാശപ്പെടേണ്ടതില്ല. പ്രവാചകനോടൊപ്പം ജീവിച്ച്, പ്രവാചകനെ സ്നേഹിച്ച, പ്രവാചകനെ റോൾ മോഡലാക്കിയ, പ്രവാചകനെ ഫോളോ ചെയ്ത ആ സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ ശാശ്വതരാൻ, അവരതിൽ ശാശ്വതരായി ജീവിക്കുന്നവരാണ്. അവരെങ്ങനെ സ്നേഹിച്ചു? നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ തൻ്റെ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചല്ലോ. റസൂലുള്ളാഹിനോട് പറയാ, നബിയെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അങ്ങയോടാണ്, ഇഷ്ടമുള്ളത് അങ്ങയോടാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഉമറിനെ ഞെട്ടിച്ചു കളയാൻ. ഉമറെ, നീ വിശ്വാസിയായിട്ടില്ല. തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത പ്രവാചകന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ പറഞ്ഞ വാക്കിൽ ചെറിയൊരു പാളിച്ച പറ്റി. എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ തിരുത്തി കൊടുക്കുകയാണ്, ഉമറെ, അങ്ങനെയല്ല. ഈ ലോകത്തുള്ള സർവ്വരേക്കാളും, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള സർവ്വരേക്കാളും, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ വിശ്വാസിയാവുകയില്ല. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണെങ്കിൽ, പ്രവാചകരെ, ഈ നിമിഷം മുതൽ എനിക്ക് എൻ്റെ ശരീരത്തെക്കാൾ ഇഷ്ടമുള്ളത് അങ്ങയോടാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയാണ്, ഫഖാല ലഹു ഉമർ ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഉമർ പറയാൻ, എനിക്കിപ്പോൾ മുതൽ നബിയെ എൻ്റെ ശരീരത്തെക്കാൾ ഇഷ്ടം അങ്ങയോടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൽ ആൻ യാ ഉമർ, എങ്കിൽ ഉമറേ, ഇപ്പോൾ മുതലാണ് ആ പ്രവാചക സ്നേഹം നിന്നിൽ പൂർണ്ണമായിരിക്കുന്നത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, പ്രവാചകന്റെ ഏത് കൽപ്പനകളെയും നെഞ്ചേറ്റാൻ അവർ തയ്യാറായി. അതായിരുന്നു പ്രവാചകനോടുള്ള അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ബദറിന്റെ പോർക്കളത്തിൽ വെച്ച്, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് സാഗരത്തിന്റെ, കടലിന്റെ അഗാധഗർത്തത്തിലേക്ക് നിങ്ങൾ ഊളിയിട്ട് വരണമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളതിൽ സംശയിച്ചു നിൽക്കുകയില്ല, ഞങ്ങൾ വരും എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രവാചകരെ സ്നേഹം. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ, ഉഹദ് യുദ്ധത്തിൽ പോർക്കളത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശത്രുക്കൾ എയ്ത അമ്പ് 70 എണ്ണമാണ്. 70ഓളം മുറിവുകളാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായതെന്നാണ്. അമ്പുകൾ ശത്രുഭാഗത്ത് ഇങ്ങനെ വരികയാണ്. അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും തുളച്ചു കയറുകയാണ്. ആ യുദ്ധം കഴിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട്,
ത്വൽഹ, ആ അമ്പ് നിന്റെ ദേഹത്തേക്ക് അങ്ങനെ വന്നു കൊള്ളുമ്പോൾ അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നിനക്കൊന്ന് മാറണമെന്ന് തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകരെ, ഞാൻ മാറിയാൽ അമ്പ് തറയ്ക്കുന്ന അങ്ങയുടെ ദേഹത്താണ്, അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരിഞ്ച് ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പൊന്നും മാറിയില്ല. അതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ദാർഢ്യത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ അവർക്കൊരു വിഷമം, സഹാബത്തിനൊരു വിഷമം. കാരണം പരലോകത്തെത്തിയ, സ്വർഗത്തെത്തിയ റസൂലുള്ളാഹിന്റെ സ്ഥാനം എവിടെയാണ്? അത് അങ്ങ് മുകളിലാണ്, ഒരുപാട് മുകളിലാണ്. പ്രവാചകരെ, നമ്മളൊക്കെ മരിച്ചെത്തുമ്പോൾ അങ്ങ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത്, ഞങ്ങൾ സ്വർഗത്തിൽ എത്രയോ താഴെയായിരിക്കും നബിയെ. സ്വർഗത്തിലാണെങ്കിൽ അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വഹാബത്ത് ഒരിക്കൽ സങ്കടപ്പെട്ട സമയത്ത് വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോദി കൊടുക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരെങ്കിലും അള്ളയെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹുകളുടെയും കൂടെയാണ്. അവരൊക്കെ എത്രയോ നല്ല കൂട്ടുകാർ. അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ആയത്ത് മതിയായിരുന്നു സ്വഹാബത്തിന്റെ പരാതികൾക്ക് പരിഹാരമായിട്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇത്തിബായിലൂടെ പ്രവാചക സ്നേഹികളാകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യവിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് കൊടുത്തിരുന്നത് ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് അതിമനോഹരമായിരുന്നു. നമുക്കറിയാം, മക്ക വിജയത്തിൻ്റെ അന്ന് കഅബയുടെ മുകളിൽ പ്രവാചകന്റെ കൈപിടിച്ച് കയറി ആദ്യമായി ബാങ്കുലി മുഴക്കിയത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. പലരും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നു, പലരും ആ ഒരു സ്ഥാനത്തിന് വേണ്ടി മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായ നീഗ്രോ വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ബാങ്ക് മുഴക്കാൻ കഅബയിൽ കയറി ബാങ്ക് കൊടുക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിരുന്നില്ല. അത് ബാങ്കിനോടുള്ള അനിഷ്ടമല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്തപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിയെന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിലാലെ, നീ ഒന്ന് ബാങ്ക് കൊടുക്കണം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പല നിലയ്ക്കും വിസമ്മതിച്ചു. അവസാനം ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കരച്ചിൽ, അടക്കാനാവാത്ത കരച്ചിൽ പുറത്തേക്ക് വരികയാണ്. സത്യത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആത്മാർത്ഥമായി അവർ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം. അങ്ങനെ കേവലം പ്രവാചകനെ കണ്ണുകൊണ്ട് കണ്ട് സ്നേഹിച്ചവരല്ല, മറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തിബാ ആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഒരു സ്ഥലത്ത് നമസ്കരിക്കുമായിരുന്നു. അവിടെ നമസ്കരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമോ ഗുണമോ ഒന്നുമില്ല. പക്ഷെ നബി അവിടെ നമസ്കരിച്ചതുകൊണ്ട് അവിടെ നമസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചില വഴികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നപ്പോൾ ചിലയിടത്ത് കുനിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കുനിയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ ചില സ്വഹാബികൾ അവിടെ എത്തുമ്പോൾ കുനിഞ്ഞു പോകും. എന്തേ? അത് പ്രവാചകനോടുള്ള ഇഷ്ടം. അതൊന്നും പുണ്യമുള്ള കാര്യമല്ല. എന്നിട്ട് പോലും അപ്പോൾ സുന്നത്തുകളോട് അവർ കാണിച്ചിരുന്ന ഒരു സ്നേഹം എത്രയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂലുള്ളാഹ് നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു മനസ്സങ്കോചവുമില്ലാതെ നിങ്ങൾ അതിനെ ഏറ്റെടുക്കണേ. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ളാഹ് നിങ്ങളോട് എന്തെല്ലാം അരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണേ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്താണ്. അതാണ് ശരിക്ക് പ്രവാചകനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. സുന്നത്തുകളിലൂടെ ആ പ്രവാചകനെ നമ്മൾ ഫോളോ ചെയ്യുന്നവരാവണം, ഇത്തിബാ ചെയ്യുന്നവരാകണം. അങ്ങനെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ഇവിടെ ജീവിക്കാനും ഈ ലോകത്ത് നിന്ന് റബ്ബിലേക്ക് മടങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പരീക്ഷണങ്ങളിൽ, രോഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശമനം, പൂർണ്ണമായ ഷിഫ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, സജ്ജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു ഒരുമിച്ച് ചേർക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.